ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. സോ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഈ ഒരു ടോപ്പിക്കാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനിലേക്ക് നമുക്ക് കടക്കാം. ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് പാർലമെൻറ്റ് എംപവേർഡ് ടു എസ്റ്റാബ്ലിഷ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ഫോർ സർവീസ് മാറ്റേഴ്സ്? ഇപ്പോൾ സർവീസ് മാറ്റേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ ആണ്? ആർട്ടിക്കിൾ 226, ആർട്ടിക്കിൾ 323A, ആർട്ടിക്കിൾ 324, ആർട്ടിക്കിൾ 325. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ്. ഈ 4 ആൾക്കാരും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 323A. നമ്മൾ ഒത്തിരി പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പി. അതേപോലെ 315 നമ്മുടെ പാർട്ട് 14 വരുന്നതാണ്. നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 315. ഗോയിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. കറക്റ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1985. ഇറ്റ്സ് പ്രിൻസിപ്പൽ ബെഞ്ച് ഈസ് ലൊക്കേറ്റഡ് അറ്റ് മുംബൈ. ഇറ്റ് പ്രസൻ്റ്ലി ഹാസ് 19 റെഗുലർ ബെഞ്ചസ്. 1985 തന്നെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, അതിൽ സംശയമൊന്നുമില്ല. പ്രിൻസിപ്പൽ ബെഞ്ച് മുംബൈയിലോ? അങ്ങനെ നമുക്ക് മുംബൈ അങ്ങനെ ഒഴിവാക്കാനൊന്നും പറ്റൂല. കുറേ സ്ഥാപനങ്ങളിൽ ഇപ്പം നമ്മുടെ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ GDP കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സായ ധാരാളം ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് മുംബൈ. പക്ഷേ നമ്മുടെ കോടതികൾ, മറ്റ് സ്ഥാപനങ്ങൾ, മറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് അതിൻ്റെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് നമ്മുടെ ഡൽഹി തന്നെയാണ്. നമ്മുടെ ഇവിടുത്തെയും പ്രിൻസിപ്പൽ ബെഞ്ച് എന്ന് പറയുന്ന ന്യൂഡൽഹിയിലാണ്. നമ്മുടെ ആക്റ്റിൽ തന്നെ അത് വ്യക്തമായിട്ട് പരാമർശിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ 2 എന്ന് പറയുന്നത് തെറ്റാണ്. 19 റെഗുലർ ബെഞ്ചസ് ഉണ്ട്. 19 ബെഞ്ച് ഉണ്ടോ? 17 അല്ലേ? അല്ല, 19 റെഗുലർ ബെഞ്ചസ് ഉണ്ട്. 19 റെഗുലർ ബെഞ്ചസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ 1ഉം 3ഉം അല്ലേ ശരി? 1ഉം 3ഉം ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The post of vice chairman in the Central Administrative Tribunal was abolished through which amendment? ഏത് ഭേദഗതിയോടെയാണ് നമ്മുടെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ വൈസ് ചെയർമാൻ എന്ന് പറയുന്ന പോസ്റ്റ് റദ്ദാക്കിയത്? 2006 അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് അമെൻമെൻറ്റ് ആക്ട്, 2021 ട്രൈബ്യൂണൽസ് റിഫോംസ് ആക്ട്, 1987 അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് അമെൻമെൻറ്റ് ആക്ട്, 1976 കോൺസ്റ്റിറ്റ്യൂഷൻ 42nd അമെൻമെൻറ്റ് ആക്ട്. അപ്പോൾ ഇതിലേതിലാണ്, ഏതിൻ്റെ ബേസിസിലാണ്? 2006 അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ഭേദഗതി ആക്ടിൻ്റെ ബേസിസിലാണ് വൈസ് ചെയർമാൻ എന്ന് പറയുന്ന പോസ്റ്റിനെ റദ്ദാക്കി അങ്ങ് കളഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: Consider the following statements regarding the tenure of chairman and members of the Central Administrative Tribunal. Tenure ഒക്കെ സ്ഥിരമായി ചോദിക്കുന്ന ഒരു കാര്യമാണ്. ചെയർമാൻ്റെയും മെമ്പേഴ്സിൻ്റെയും എവിടുത്തെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലെ ചെയർമാൻ്റെയും മെമ്പേഴ്സിൻ്റെയും ടെനർ ഇതിൽ കറക്റ്റ് ഏതാണ്? അപ്പോൾ ഇതിലൊരു കോൺട്രവേഴ്സ്യൽ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടാവും. ഒന്നെന്ന് പറയുന്ന ആക്റ്റിലൊരു കാര്യമാണ്, പക്ഷേ ഈ പറയുന്ന നമ്മുടെ ട്രൈബ്യൂണൽസ് റിഫോംസ് ആക്ടിൽ വേറൊരു കാര്യമാണ്. അപ്പം നിലവിലുള്ളത് എങ്ങനെയാണോ ആ ഒരു കാര്യം നിങ്ങൾ എഴുതിയാൽ മതി. നിലവിലുള്ളത് എങ്ങനെയാണ് ആ ഒരു രീതിയിൽ എഴുതിയാൽ മതി. 2021 ശേഷം ഉള്ളത് എങ്ങനെയാണ് അതനുസരിച്ച് എഴുതാൽ മതി. അതായത് ഇതിൻ്റെ ഈ ഒരു കാര്യത്തിൽ അതാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. 1. Members hold office for a period of 4 years or till they attain the age of 67 years whichever is earlier. ശരിയാണ്. മെമ്പറിന് 4 വർഷ കാലാവധി അല്ലെങ്കിൽ 67 വയസ്സ് വരെ. ദ ചെയർമാൻ ഹോൾഡ്സ് ഓഫീസ് ഫോർ എ പീരീഡ് ഓഫ് 4 years or till he attains the age of 70 years whichever is earlier. ചെയർമാൻ ആണ് എങ്കിൽ 4 വർഷ കാലാവധി അല്ലെങ്കിൽ 70 വയസ്സ് വരെ.
A person below the age of 50 years is not eligible for appointment as chairman or member. 50 വയസ്സിന് താഴെയാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരണ്ട. 50 വയസ്സിന് താഴെയുള്ള ഒരു വ്യക്തിയെ ചെയർമാനോ മെമ്പറോ ആക്കാൻ സാധിക്കുകയില്ല. അതും ശരിയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ശരിയല്ലേ? എല്ലാം ശരിയാ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അപ്പം ഇതാണ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. നിലവിൽ ചോദിക്കുവാണെങ്കിൽ 4 വർഷം, ചെയർമാനും മെമ്പറും 4 വർഷം, ചെയർമാൻ ആണെങ്കിൽ 70 വയസ്സ് വരെ, മെമ്പർ ആണെങ്കിൽ 67 വയസ്സ് വരെ. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇത് 2021 ശേഷമാണ് ഈ ഒരു മാറ്റം വരുന്നത്. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി ക്വസ്റ്റ്യന് ആക്ടിൻ്റെ ബേസിസിൽ, അതായത് 1985 അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ടിൻ്റെ ബേസിസിൽ ചെയർമാൻ്റെയും അതേപോലെ തന്നെ മെമ്പേഴ്സിൻ്റെയും കാലാവധി ചോദിക്കുവാണ് എങ്കിൽ 5 വർഷം, അതേപോലെ തന്നെ ചെയർമാൻ ആണെങ്കിൽ 68, മെമ്പർ ആണെങ്കിൽ 65. ഓർത്തോളുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് എഴുതുക. അവിടെ ആക്ട് എന്ന് പറഞ്ഞാൽ 1985 ആക്ട് എന്ന് എടുത്ത് പറയുവാണെങ്കിൽ അങ്ങനെ എഴുതുക. അല്ലാതെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലെ ചെയർമാൻ്റെയും മെമ്പേഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഇതാണ് ഉത്തരം. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the Chandrakumar case 1997, the Supreme Court held that. അപ്പോൾ നമ്മുടെ ചന്ദ്രകുമാർ കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ കുറേയധികം പ്രാവശ്യം ഓൾറെഡി തന്നെ പറഞ്ഞു കഴിഞ്ഞു. 1997 ദ സുപ്രീം കോർട്ട് ഹെൽഡ് ദാറ്റ്. അപ്പോൾ സുപ്രീം കോടതി വിധി എന്തായിരുന്നു? ഓപ്ഷൻ എ, ട്രൈബ്യൂണൽസ് കനോട്ട് ബി എസ്റ്റാബ്ലിഷ്ഡ് ബൈ പാർലമെൻറ്റ്. പാർലമെൻറ്റിന് ട്രൈബ്യൂണൽസ് ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. ജുഡീഷ്യൽ റിവ്യൂ ഈസ് പാർട്ട് ഓഫ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് ഓൾറെഡി നമുക്കറിയാവുന്നുള്ളൊരു കാര്യമാണ്. പോയിന്റ് ശരിയാണ്, പക്ഷേ ഈ ഒരു ജഡ്ജ്മെൻറ്റിലും ഉണ്ടോ? നമുക്ക് നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ഹാവ് നോ ജൂറിസ്ഡിക്ഷൻ ഓവർ സർവീസ് മാറ്റേഴ്സ്. പിന്നെന്തിനാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ? ഹൈക്കോർട്ട്സ് കനോട്ട് എൻ്റർടൈൻ അപ്പീൽസ് അഗെയിൻസ്റ്റ് ട്രൈബ്യൂണൽ ഓർഡേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസിൻ്റെ ആവശ്യമുണ്ടോ? നമ്മുടെ ഓൾറെഡി ആക്ടിൽ അതേപോലെയല്ലേ കിടക്കുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യം ഇതാണ്, ട്രൈബ്യൂണൽസിൻ്റെ ഉത്തരവ് ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കാം, അപ്പീൽ സമർപ്പിക്കാം, പറ്റും. ഹൈക്കോടതിയുടെ ജുഡീഷ്യൽ റിവ്യൂ ഒരിക്കലും കേർട്ടയിൽ ചെയ്യാൻ സാധിക്കുകയില്ല. അത് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. ആർട്ടിക്കിൾ 226, 227. ഓക്കെ, അപ്പോൾ ബി ആണ് നമ്മുടെ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിൻ്റെ ഭാഗമായി വന്ന കാര്യം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Who was the first chairman of the Central Administrative Tribunal? നമ്മുടെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് എൽ നരസിംഹ റെഡ്ഡി, ജസ്റ്റിസ് കെ മാധവ റെഡ്ഡി, ജസ്റ്റിസ് രഞ്ജിത്ത് വസന്തറാവു മോർ, ജസ്റ്റിസ് കെ ബാലകൃഷ്ണൻ നായർ. ആരാ നമ്മുടെ ആദ്യത്തെ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്? ജസ്റ്റിസ് കെ മാധവ റെഡ്ഡി. മാറിപ്പോകരുത്, ജസ്റ്റിസ് കെ മാധവ റെഡ്ഡി. എല്ലാ കമ്മീഷൻ്റെയും എല്ലാ ബോഡീസിൻ്റെയും ആദ്യത്തെയും നിലവിലുള്ളതും പഠിക്കണം. ഇനി കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ എങ്കിൽ ഫുൾ ആൾക്കാരെ നോക്കി വയ്ക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ക്രോണോളജി ബേസ് ചെയ്തൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് ISROൻ്റെ ചെയർമാൻ്റെ ക്രോണോളജീസ് ആണ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്. Consider the following statements regarding the appointment of the chairman and members of the Central Administrative Tribunal. നമ്മുടെ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ചെയർമാൻ്റെയും മെമ്പേഴ്സിൻ്റെയും അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദേ ആർ അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡന്റ്. പ്രസിഡന്റ് തന്നെ, പിന്നെ ആരാ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? അപ്പോയിൻമെൻറ്റ് ഈസ് മെയ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് എ സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റി. പ്രസിഡന്റ് സ്വന്തം ഇഷ്ടപ്രകാരമൊന്നും അല്ല, സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ്റെ ബേസിസിലാണ്. The search cum selection committee is chaired by the Chief Justice of India or a Supreme Court judge nominated by him. Central Administrative Tribunal ആണല്ലോ, അപ്പോൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഇതിന് പകരം സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആയിരുന്നുവെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് കൺസേൺ സ്റ്റേറ്റ്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് ഓഫ് കൺസേൺ സ്റ്റേറ്റ്. ഓക്കെ, അത് അദ്ദേഹമായിരിക്കും നമ്മുടെ സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റിയുടെ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളും, റിമൂവൽ ഓഫ് ദ ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ക്യാൻ ബി ഡൺ ഓൺലി ബൈ ദ പാർലമെൻറ്റ്. അയ്യോ, അങ്ങനെയൊന്നും അല്ലല്ലോ, നമ്മുടെ പ്രസിഡൻ്റ് അല്ലേ റിമൂവ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. ഈ പറയുന്ന സെൻറ്റർ ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും ജോയിൻ്റ് ആണെങ്കിലും ചെയർമാനെയും മെമ്പേഴ്സിനെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻറ്റ്. ഇവരെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള അധികാരമുള്ള ഒരേ ഒരു വ്യക്തിയും ഇന്ത്യൻ പ്രസിഡൻറ്റ്. ഓർത്ത് വെച്ചേക്കുക.
വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ എബോവ് ഈസ് ആ കറക്റ്റ്? അപ്പോൾ ആദ്യത്തെ മൂന്നുമാണ് കറക്റ്റ്. ഓപ്ഷൻ എയിൽ തന്നെ 1, 2 and 3 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ അല്ലേ? Going on to next question, the Central Administrative Tribunal is not subject to the procedure laid down in which of the following? ഈ താഴെ തന്നിരിക്കുന്ന നിയമങ്ങളുണ്ടല്ലോ, ഈ പറയുന്ന താഴെ തന്നിരിക്കുന്ന നിയമങ്ങളിൽ ഏത് നിയമത്തിലുള്ള പ്രൊസീജിയർ പാലിക്കേണ്ട ആവശ്യം കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് ഇല്ല? നോക്കിയാലോ. 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ട്, 1908 സിവിൽ പ്രൊസീജിയർ കോഡ്, 1973 കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ, 1860 നമ്മുടെ സ്വന്തം IPC, ഇന്ന് നിലവിലില്ലാത്ത നമ്മുടെ സ്വന്തം IPC. അപ്പോൾ ഏതാ നമ്മുടെ പ്രൊസീജിയർ? സിവിൽ പ്രൊസീജിയർ കോഡ് 1908. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ എന്താണെന്നും ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു, വീണ്ടും പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ബി അല്ലേ ഉത്തരം? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ ബെഞ്ചസ് ഓഫ് ദ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ബെഞ്ചസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓരോ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് നോക്കാം. ചാണ്ഡിഗർ ഹാസ് എ ബെഞ്ച് ഓഫ് ദ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. ഉണ്ട്, ചാണ്ഡിഗറിന് ഒരു ബെഞ്ച് ഉണ്ട്. എറണാകുളം ബെഞ്ച് ഹാസ് ജൂറിസ്ഡിക്ഷൻ ഓവർ ദ യൂണിയൻ ടെറിട്ടറി ഓഫ് ലക്ഷദ്വീപ്. അപ്പോൾ ലക്ഷദ്വീപ് യൂണിയൻ ടെറിട്ടറിയുടെ ജൂറിസ്ഡിക്ഷൻ നമ്മുടെ സ്വന്തം എറണാകുളം ബെഞ്ചിനാണ്. നമ്മുടെ കേരളത്തിൻ്റെയും അതേപോലെ തന്നെ ലക്ഷദ്വീപിൻ്റെയും ജൂറിസ്ഡിക്ഷൻ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ എറണാകുളം ബെഞ്ചിലാണ്. ശരിയാണ്. നമ്മുടെ ഹൈക്കോർട്ടിൻ്റെ കേസിലും ഇതേപോലെയാണ്. ഹൈക്കോർട്ട് നമ്മുടെ ഹൈക്കോർട്ട് ഉണ്ടല്ലോ, നമ്മുടെ എറണാകുളം ഹൈക്കോർട്ടല്ല, നമ്മുടെ കേരള ഹൈക്കോർട്ടിൻ്റെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ദ ഹോൾ ഓഫ് കേരള അലോങ് വിത്ത് യൂണിയൻ ടെറിട്ടറി ഓഫ് ലക്ഷദ്വീപ്. ഓക്കെ, അതും കറക്റ്റാണ്. ഗുവാഹത്തി ബെഞ്ച് ഹാസ് ജൂറിസ്ഡിക്ഷൻ ഓവർ ആസാം, മേഘാലയ, മണിപ്പൂർ, ത്രിപുര, നാഗാലാൻഡ്, മിസോറാം, അരുണാചൽ പ്രദേശ്. ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഗുവാഹത്തി ബെഞ്ചിൻ്റെയൊക്കെ കേസ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഗുവാഹത്തി ബെഞ്ചിൻ്റെ കേസാണെങ്കിലും ഗുവാഹത്തി ഹൈക്കോർട്ടാണെങ്കിലും എത്ര സംസ്ഥാനങ്ങളുടെ കേസ് എടുക്കേണ്ട, ഒരു ഹൈക്കോർട്ടും കൂടെയൊക്കെ വരേണ്ട സമയമായി അല്ലേ? ഒരു ഹൈക്കോർട്ടും കൂടെയൊക്കെ വരണം. കാരണം എന്തുമാത്രം സംസ്ഥാനങ്ങളാണ്, അതും പ്രശ്നബാധ്യത ഭയങ്കര കൂടുതലുള്ള സംസ്ഥാനങ്ങളാണ്. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്സ് ഗിവൺ എബോവ് ഇസ് ആർ കറക്റ്റ്? അപ്പോൾ ഇതെല്ലാം കറക്റ്റാണ്, യാതൊരുവിധ സംശയമില്ല. 1, 2, 3 എല്ലാം കറക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി അല്ലേ നമ്മുടെ ഉത്തരം? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഇസ് ദ ഫീ പേയബിൾ ബൈ ആൻ ആപ്ലിക്കൻറ്റ് while filing a case before the Central Administrative Tribunal? സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് മുൻപാകെ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് എത്ര രൂപയും കൂടെ അപേക്ഷാ ഫീസായിട്ട് നൽകണം? എത്രയാണ്? 25 രൂപ, 50 രൂപ, 100 രൂപ, 500 രൂപ. എത്ര രൂപയാ? നമ്മുടെ ആക്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, 100 രൂപ, മാക്സിമം 100 രൂപ. പക്ഷേ നമ്മുടെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണെങ്കിലും നമ്മുടെ സ്വന്തം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണെങ്കിലും വെറും 50 രൂപയെ മേടിക്കത്തുള്ളൂ കേട്ടോ. 50 രൂപയെ മേടിക്കത്തുള്ളൂ. ഓപ്ഷൻ ബി. ഇപ്പം മാക്സിമം എമൗണ്ട് എന്നാണ് ചോദിച്ചിരുന്നെങ്കിൽ 100 രൂപ എഴുതണേ, 100 രൂപ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആക്ട് ഒന്നും കൂടെ ചോദിക്കും, ആക്ടിൻ്റെ ബേസിസിൽ മാക്സിമം എമൗണ്ട് എത്രയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിൽ കറക്റ്റാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് 1, സെക്ഷൻ 14 സബ്സെക്ഷൻ 2 ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ആക്ട് 1985 empowers the central government to bring organization under CAT's jurisdiction. ശരിയാ? ഈ പറയുന്ന സബ്സെക്ഷൻ്റെ ബേസിസിൽ സെക്ഷൻ 14 സബ്സെക്ഷൻ 2ൻ്റെ ബേസിസിലാണ് ആ 215 കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ കാറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ ജൂറിസ്ഡിക്ഷൻ്റെ കീഴിൽ വരുന്ന. ശരിയാ? ആ 215 ഓർഗനൈസേഷൻ അണ്ടർ ദ സെൻട്രൽ ഗവൺമെൻറ് ഹാവ് ബീൻ ബ്രോട്ട് വിത്തിൻ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് CAT. ശരിയാ അല്ലേ? ദസ് പ്രൊവിഷൻസ് ഫാൾസ് അണ്ടർ 323B. 323B അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണോ? മറ്റ് ട്രൈബ്യൂണൽസ് അല്ലേ? ഇവിടെ 323B അല്ല, 323A. അപ്പോൾ ഈ ഒരു കാര്യം തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 1, 2 മാത്രമല്ലേ? ഓപ്ഷൻ എ അല്ലേ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് SATs ആർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് അണ്ടർ ദ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ആക്ട് 1985. 4 ഓപ്ഷൻസ് ഉണ്ട്. സുവോമോട്ടോ വിത്തൗട്ട് എനി റിക്വസ്റ്റ്, ഒരു റിക്വസ്റ്റും വേണ്ട, കേന്ദ്ര സർക്കാർ സ്ഥാപിക്കും. ബി, അറ്റ് ദ സ്പെസിഫിക് റിക്വസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് കൺസേൺഡ്. ആ കൺസേൺഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഈ ഒരു പ്രത്യേക കാര്യത്തിൻ്റെ അപേക്ഷ സമർപ്പിക്കണം, റിക്വസ്റ്റ് സമർപ്പിക്കണം. ഓൺലി ഓൺ ദ ഡയറക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട്. ഓൺലി വെൻ എ ഹൈക്കോർട്ട്
പെൻഡൻസി എക്സീഡ്സ് എ പ്രിസ്ക്രൈബ് ലിമിറ്റ്. അപ്പോൾ കൺസേൺഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച് സ്പെസിഫിക് റിക്വസ്റ്റിൻ്റെ ബേസിസിൽ മാത്രമേ കേന്ദ്ര സർക്കാർ ഇങ്ങനെയൊരു സംഭവം നമ്മുടെ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന് പറയുന്ന ഒരു സംഭവം എസ്റ്റാബ്ലിഷ് ചെയ്യത്തുള്ളൂ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് എ ജോയിന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. ജോയിന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് അതിൽ കറക്റ്റ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, എ JAT ക്യാൻ ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ 2 or more സ്റ്റേറ്റ്സ്. ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ. 2, 3, 4 ഒക്കെ സംസ്ഥാനങ്ങൾക്ക് ആകാം. ശരിയാണ്. എ ജോയിന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എക്സസൈസസ് all the jurisdiction and powers exercisable by a state tribunal. ഒരു സംസ്ഥാന ട്രൈബ്യൂണൽ എക്സസൈസ് ചെയ്യുന്ന എല്ലാ ജൂറിസ്ഡിക്ഷനും പവേഴ്സും എക്സസൈസ് ചെയ്യാനുള്ള അധികാരം നമ്മുടെ ജോയിന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനുണ്ട്. ശരിയാണ്. A joint administrative tribunal can be constituted only by the Supreme Court. അയ്യോ അല്ല, സുപ്രീം കോർട്ട് അല്ല. ആരാ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? തെറ്റായത്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളത് 1ഉം 2ഉം മാത്രമല്ലേ? ഡൗട്ട് ഉണ്ടോ? 1 and 2 ഓൺലി വരുന്നത് ഓപ്ഷൻ ബിയിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The chairman and members of a state administrative tribunal are appointed by the president on the advice of. ആരുടെ അഡ്വൈസിലാണ് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലെ ചെയർമാനെ മെമ്പേഴ്സിനെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത്? നമുക്ക് നോക്കിയാലോ. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണോ, അതോ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് കൺസേൺഡ് ആണോ, അതോ ചീഫ് മിനിസ്റ്റർ ഓഫ് ദ സ്റ്റേറ്റ് കൺസേൺഡ് ആണോ, അതോ സംസ്ഥാന നിയമസഭയിലെ സ്പീക്കറാണോ? ആരാ? ഇപ്പം നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലെ ചെയർമാനെയും മെമ്പേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നതിന് മുന്നേ ആ സംസ്ഥാനത്ത് ഒരാളില്ലേ, ഗവർണർ. അദ്ദേഹത്തിൻ്റെയോടും കൂടെ ഒരു അഭിപ്രായം ചോദിക്കും. ദ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് കൺസേൺഡ്. ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് കൺസേൺഡ്. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് മാറ്റേഴ്സ് വിത്ത് റെസ്പെക്ട് ടു ആർട്ടിക്കിൾ 323B ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. Taxation, foreign exchange, import and export, elections to parliament and state legislatures, rent and tenancy rights. Which of the above matters fall within the scope of tribunals that may be established under Article 323B? Article 323B, അതായത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് അതർ ട്രൈബ്യൂണൽസ്. അപ്പോൾ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സ്കോപ്പിൻ്റെ അകത്ത് വരുന്ന ആ ഒരു രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ട്രൈബ്യൂണൽസ്, അതിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന 4 എണ്ണത്തിൽ ഏതൊക്കെയാണ്? ടാക്സേഷൻ ഉറപ്പായും. ഫോറിൻ എക്സ്ചേഞ്ച്, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഉണ്ട്. ഇലക്ഷൻസ് ടു പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്, ഇത് പലപ്പോഴും ഡൗട്ട് വരും, അറിഞ്ഞൂടാത്ത ഒരാൾക്ക് ഡൗട്ട് വരും, പക്ഷേ ഇതുമുണ്ട്. റെന്റ് ആൻഡ് ടെനൻസി റൈറ്റ്സ്, അതും ശരിയാണ്. ദാറ്റ് മീൻസ് ഇവ 4 പേരും ശരിയാണ്. 1 and 2 ഓൺലി, 1, 2 and 3 ഓൺലി, 2, 3 and 4 ഓൺലി. ഓപ്ഷൻ ഡി 1, 2, 3 and 4. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The Kerala Administrative Tribunal was constituted under which section of the Administrative Tribunals Act 1985? ഇത് ഓൾറെഡി പറഞ്ഞു, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത ഭയങ്കരയേറെ കൂടുതലാണ്. ഈ പറയുന്ന നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ആക്ട് 1985ൻ്റെ ഏത് സെക്ഷൻ്റെ ബേസിസിലാണ് നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്? ഏത് സെക്ഷൻ്റെ ബേസിസിലാണ്? സെക്ഷൻ 4 ആണോ, 6 ആണോ, 15 ആണോ, 17 ആണോ? സെക്ഷൻ 15 ആണ്. ജൂറിസ്ഡിക്ഷൻ, പവേഴ്സ് ആൻഡ് അതോറിറ്റി ഓഫ് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. 14 വരുന്ന സമയത്ത് ഇതേ കാര്യം സെൻറ്റർ, 16 വരുന്ന സമയത്ത് ഇതേ കാര്യം ജോയിന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. Consider the following statements regarding the Kerala Administrative Tribunal. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഏതാണ് കറക്റ്റ്? The central government issued the official notification for its constitution on 25th August 2010. It came into existence on 26th August 2010. It started functioning on 22nd December 2011. ഏതൊക്കെയാണ് കറക്റ്റ്? 1, 2 മാത്രം, 2, 3 മാത്രം, 1, 3 മാത്രം, 1, 2, 3 അല്ല ശരിയാ. നമുക്ക് നോക്കാം.
The central government issued the official notification for its constitution on 2010 ഓഗസ്റ്റ് 25. വളരെ വളരെ ശരിയാണ്. അപ്പോൾ അതിൻ പ്രകാരം ഈ പറയുന്ന സ്ഥാപനം എക്സിസ്റ്റൻസ് ആയത് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഓൺ തൊട്ടടുത്ത ദിവസം ഓഗസ്റ്റ് 26. ശരിയാണ്. സ്റ്റാർട്ടഡ് ഫംഗ്ഷനിങ് ഓൺ 22 ഡിസംബർ 2011. അതും ശരിയാണ്. 2011 ഡിസംബർ 22 തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ? കണ്ടോ, ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയില്ലേ? സാധ്യത വളരെയേറെ കൂടുതലാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ചോദിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഹൈക്കോടതികളുടെ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം പറയണമെങ്കിൽ നമുക്ക് ആ പ്രൊസീജിയർ റൂൾസും കൂടെ വേണമായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏതാണ്? ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. പക്ഷേ ഏതെങ്കിലും ഒരു കക്ഷിക്ക് മലയാളമേ പറ്റത്തുള്ളൂ. അപ്പോൾ മലയാളത്തിലാണ് ഈ പറയുന്ന ഡോക്യുമെൻസും അപേക്ഷയെല്ലാം നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രൊസീഡിങ്സ് മലയാളത്തിൽ പോകും, പക്ഷേ ഫൈനൽ വേർഡിക്റ്റ് വിൽ ബി ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഉത്തരം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ ബെഞ്ചസ് ഓഫ് ദ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുടെ ബെഞ്ചസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ കറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ പ്രിൻസിപ്പൽ ബെഞ്ച് ഫംഗ്ഷൻസ് അറ്റ് വഞ്ചൂർ, തിരുവനന്തപുരം. സംശയമുണ്ടോ? ഇല്ല, വഞ്ചൂർ അല്ലേ? നമ്മുടെ തിരുവനന്തപുരം വഞ്ചൂരിലാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ പ്രിൻസിപ്പൽ ബെഞ്ച് ഇരിക്കുന്നത്. ദ അഡീഷണൽ ബെഞ്ച് സ്റ്റാർട്ടഡ് ഫംഗ്ഷനിങ് ഇൻ 2014. എവിടെ? ഹൈക്കോർട്ട് പ്രീമൈസസിൽ. ശരിയാണ്. അഡീഷണൽ ബെഞ്ച് ഈ ഹൈക്കോർട്ടിൻ്റെ പ്രീമൈസസിൽ നിന്ന് എറണാകുളം ജോസ് ജംഗ്ഷനിലോട്ട് മാറ്റി 2017. അതും ശരിയാണ്. എല്ലാം ശരിയാണ്. ദാറ്റ് മീൻസ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു വാസ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് ദ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ? കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാ? സി കെ അബ്ദുൾ റഹീം, ജസ്റ്റിസ് കെ ബാലകൃഷ്ണൻ നായർ, ജസ്റ്റിസ് പി വി ആഷ, ജസ്റ്റിസ് എം ആർ ശ്രീലത. ആരാ? ഈ 4 ആൾക്കാർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ്. ഇല്ല, സി കെ അബ്ദുൾ റഹീം ചോദിക്കാൻ വരാൻ സാധ്യതയില്ല. ബാക്കി 3 പേരും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ജസ്റ്റിസ് കെ ബാലകൃഷ്ണൻ നായർ, അദ്ദേഹമായിരുന്നു ആദ്യത്തെ നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ചെയർമാൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ദ ടെനർ ഓഫ് ചെയർമാൻ ഓഫ് ദ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ചെയർമാൻ്റെ ടെനറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ ടെനർ ഈസ് 5 years or till attaining the age of 68 years whichever is earlier. 5 വർഷം അല്ലെങ്കിൽ 68 വയസ്സ് പൂർത്തിയാകുന്നത് വരെ. ശരിയാണ്. ജസ്റ്റിസ് കെ ബാലകൃഷ്ണൻ നായർ assumed charge as the first chairman on 3rd September 2010. 2010 സെപ്റ്റംബർ 3 നമ്മുടെ ആദ്യത്തെ ചെയർമാനായ കെ ബാലകൃഷ്ണൻ നായർ അദ്ദേഹം ചാർജ് എടുത്തത്. ശരിയാണ്. 1 only, 2 only, both 1 and 2, neither 1 nor 2. അപ്പോൾ ഏതാ ഉത്തരം? both 1 and 2 അല്ലേ? നമുക്ക് ഡൗട്ട് ഇല്ലല്ലോ. ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഫ്രം വിച്ച് cadre is the registrar of the Kerala Administrative Tribunal generally appointed? രജിസ്ട്രാറിന്, നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ രജിസ്ട്രാറിന് ഏത് കേഡറിൽ നിന്നാണ്? ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജ് ഓഫ് കേരള, ബി ഹൈക്കോർട്ട് രജിസ്ട്രാർസ്, സി IAS ഓഫീസേഴ്സ്, ഡി സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പേഴ്സ്. പൊതുവേ കമ്മീഷൻസിൻ്റെയൊക്കെ രജിസ്ട്രാർമാർ സംസ്ഥാന സർക്കാർ ജീവനക്കാരായിരിക്കും. ചിലതാണെങ്കിൽ ജോയിൻറ്റ് സെക്രട്ടറി റാങ്കിന് മുകളിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ജോയിൻറ്റ് സെക്രട്ടറി റാങ്കിൽ കുറയാത്ത ആൾക്കാർ, അല്ലെങ്കിൽ അഡീഷണൽ സെക്രട്ടറി റാങ്കിൽ കുറയാത്ത ആൾക്കാർ, അല്ലെങ്കിൽ സെക്രട്ടറി റാങ്കിൽ കുറയാത്ത ആൾക്കാർ. അപ്പോൾ ഇവരെയൊക്കെ ഡെപ്യൂട്ടേഷൻ പോലെയാണ് പൊതുവേ ഈ കമ്മീഷൻസ് ഉണ്ടല്ലോ, വനിതാ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, ഇതിലേക്ക് മെമ്പർ സെക്രട്ടറി അല്ലെങ്കിൽ രജിസ്ട്രാറൊക്കെ ആക്കുന്നത്. നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ജില്ലാ സെഷൻസ്, ഡിസ്ട്രിക്ട് ആൻഡ് ജില്ലാ കോടതിയിലെയും അതേപോലെ സെഷൻസ് കോടതിയിലെ ജഡ്ജസ്, ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജസ് ഓഫ് കേരളനെയാണ് രജിസ്ട്രാറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. കേട്ടോ, അറിഞ്ഞിരിക്കുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ഡെപ്യൂട്ടി രജിസ്ട്രാർസ് ഓഫ് ദ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ഡെപ്യൂട്ടി രജിസ്ട്രാർമാരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്.
അപ്പോൾ there is a deputy registrar judicial, there is a deputy registrar administration, there is a deputy registrar finance, there is a deputy registrar public relations. Which of the above statements given above is correct? 1, 2 and 3 only, 2, 3 and 4 only, 1 and 4 only, 1, 2, 3 and 4. അപ്പോൾ ഡെപ്യൂട്ടി രജിസ്ട്രാർ ഫിനാൻഷ്യൽ റിലേഷൻസിന് വേണ്ടി ഫിനാൻഷ്യൽ റിലേഷൻസ് ഡെപ്യൂട്ടി രജിസ്ട്രാർ എന്ന് പറയുന്ന തസ്തികയില്ല. ജുഡീഷ്യൽ ഉണ്ട്, ജുഡീഷ്യൽ ഡെപ്യൂട്ടി രജിസ്ട്രാർ ഉണ്ട്, ഡെപ്യൂട്ടി രജിസ്ട്രാർ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, ഡെപ്യൂട്ടി രജിസ്ട്രാർ ഫിനാൻസ് ഉണ്ട്. അതായത് ആദ്യത്തെ 3 ഈ 4ാമത്തെ പബ്ലിക് റിലേഷൻസ് ഡെപ്യൂട്ടി രജിസ്ട്രാർ ഇല്ല. അപ്പം അങ്ങനെയാണെങ്കിൽ കറക്റ്റാണ് ചോദിച്ചിട്ടുള്ളത് 1, 2, 3. ഓപ്ഷൻ എ തന്നെയാണല്ലോ. ഓപ്ഷൻ എ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. വാട്ട് ഡസ് ദ അക്രോണിം സിസ്കാറ്റ്, ഇമ്പോർട്ടൻ്റ് ആണ്, സിസ്കാറ്റ് സ്റ്റാൻഡ് ഫോർ സെൻട്രൽ ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, കേസ് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, കോഡ് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, കേസ് ഇൻഡെക്സ് സിസ്റ്റം ഫോർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. എന്താ കേസ് സ്റ്റാറ്റസ് പറഞ്ഞു തരുന്ന ഒരു വെബ് പോർട്ടൽ അല്ലേ സിസ്കാറ്റ് എന്ന് പറയുന്നത്? സിസ്കാറ്റ് 2.0 ഒക്കെ ആയിരിക്കുവാണ്, ചോദിക്കാൻ സാധ്യത കൂടുതലുള്ള കാര്യങ്ങളാണ്. ഈ പബ്ലിക്കേഷൻസ്, വെബ് പോർട്ടൽസ്, ആപ്പുകൾ, ഇതൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ സിസ്കാറ്റിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കേസ് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Consider the following statements regarding the Kerala Administrative Tribunal procedure rules. ഇതിലെ ഏതൊക്കെയാണ് കറക്റ്റ്? The rules were notified on 14 September 2010. The rules contain a total of 32 sections. Section 3 of the rules deals with language of the tribunal. ഏതൊക്കെയാണ് കറക്റ്റ്? 1 and 2 only, 2 and 3 only, 1 and 3 only, എല്ലാം ശരിയാണ്. റൂൾസ് നോട്ടിഫൈ ചെയ്തത് 2010 സെപ്റ്റംബർ 14 ശരിയാണ്. 32 സെക്ഷൻസ് ഉണ്ട്, ശരിയാണ്. സെക്ഷൻ 3 ട്രൈബ്യൂണലിൻ്റെ ലാംഗ്വേജിനെ പറ്റി, ഏതാ ലാംഗ്വേജ്? ഇംഗ്ലീഷാ ലാംഗ്വേജ്, ഓർത്തിരിക്കണേ. അപ്പോൾ അതും ശരിയാണ്. ദാറ്റ് മീൻസ് 3 കാര്യവും 3 സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയാണ്. ഓപ്ഷൻ ഡി അല്ലേ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. As per the Kerala Administrative Tribunal procedure rules, an application fee of ₹50 may be paid in which of the following forms? ഏത് തരത്തിലായിരിക്കണം ഈ 50 രൂപ നൽകേണ്ടത്? കോർട്ട് ഫീസ് സ്റ്റാമ്പ്സ് ഓൺലി, ക്രോസ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഓൺ എ നാഷണലൈസ്ഡ് ബാങ്ക് ഓൺലി, ക്രോസ്ഡ് ഇന്ത്യൻ പോസ്റ്റൽ ഓർഡർ ഓൺലി, കോർട്ട് ഫീസ് സ്റ്റാമ്പ്സ്, ക്രോസ്ഡ് DD ഓർ ക്രോസ്ഡ് പോസ്റ്റൽ ഓർഡർ. ഏതൊക്കെ രീതിയിലായിരിക്കണം? ഒന്നെങ്കിൽ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ആയിരിക്കണം, അല്ലെങ്കിൽ ക്രോസ് ചെയ്ത DD ആയിരിക്കണം. ഇത് നാഷണലൈസ്ഡ് ബാങ്കിലായിരിക്കണം, രജിസ്ട്രാറിൻ്റെ പേരിലായിരിക്കണം, അങ്ങനെ കുറച്ചുണ്ട്. അല്ലെങ്കിൽ ക്രോസ് ദ പോസ്റ്റൽ ഓർഡർ. ഇപ്പോൾ ഓപ്ഷൻ ഡി അല്ലേ ഉത്തരം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ദ സിറ്റിംഗ് അവേഴ്സ് ഓഫ് ദ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അണ്ടർ സെക്ഷൻ 27 ഓഫ് ദ പ്രൊസീജിയർ റൂൾസ്. Sitting hours are ordinarily from 11 AM to 1 PM. Sitting hours are ordinary from 2 PM to 4 PM. These timings cannot be altered under any circumstances. Which of the statements given above is correct? 1 and 2 only, 2 and 3 only, 1 and 3 only, 1, 2 and 3. അപ്പോൾ നമ്മുടെ ഓർഡിനറി സമയം എന്ന് പറയുന്നത് രാവിലെ 11 മണി തൊട്ട് 1 മണി വരെയും, അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം 2 മണി തൊട്ട് 4 മണി വരെയും. ഇതിൽ മാറ്റം വരുത്താം. സുപ്രീം കോടതി വെളുപ്പിനെ വരെയൊക്കെ വർക്ക് ചെയ്യാറുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട്. നമ്മുടെ നിയമത്തിൽ ശരിക്കും പറയുന്ന രീതി അനുസരിച്ചാണെങ്കിൽ കേസുകൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ദിവസങ്ങളിലാണ് വിളിക്കേണ്ടതും. എത്രയും പെട്ടെന്നാണ് കേസ് തീർപ്പാക്കേണ്ടത്. നമുക്കറിയാം കോടതികളിൽ ഇപ്പോൾ ഒരു കേസിൻ്റെ ഒരു ഹിയറിംഗ് ഇന്നാണെങ്കിൽ അടുത്ത മാസം ഏതെങ്കിലും ഒരു ഡേറ്റ് ആയിരിക്കും അടുത്ത ഹിയറിംഗ് വരുന്നത്. അതേപോലെ അതിൻ്റെ പിന്നെ 2 മാസം കഴിഞ്ഞായിരിക്കും അടുത്ത ഹിയറിംഗ് വരുന്നത്. അതാണ് നോർമൽ രീതികൾ വരുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ കീഴ്ക്കോടതികളിൽ ഒരു കേസുമായിട്ട് നമ്മൾ പോയാൽ പോലും ആ ഒരു രീതിയാണ് വരുന്നത്. പക്ഷേ ശരിക്കും നിയമം പറയുന്ന രീതി എന്ന് പറഞ്ഞാൽ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഡേയ്സിൽ തന്നെ എത്രയും പെട്ടെന്ന് കേസ് തീർപ്പാക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ വിറ്റ്നസിനെയൊക്കെ കോടതിയിലേക്ക് വിളിക്കുന്ന സാഹചര്യം ഉണ്ട് എങ്കിൽ ആ വിറ്റ്നസ് വരുന്ന സമയത്ത് തന്നെ വിറ്റ്നസിനോട് ചോദിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കണം. അതായത് പല കാര്യങ്ങളിൽ പല ദിവസം വിളിച്ചു വരുത്തി ചോദിക്കരുത്. അതാണ് എത്രയും പെട്ടെന്ന് കേസ് തീർപ്പാക്കണം എന്നാണ്. അപ്പോൾ അതേപോലെ തന്നെ ഹൈക്കോടതികൾക്കും ഒക്കെ എത്ര സമയം വേണമെങ്കിലും ഒക്കെ വർക്ക് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള കുറച്ചധികം പ്രൊവിഷൻസ് ഉണ്ടോ.
അപ്പോൾ ഇതിൽ സമയങ്ങളിൽ മാറ്റം വരുത്താനുള്ള അധികാരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ടൈം കനോട്ട് ബി ഓൾട്ടേർഡ്, ഇത് തെറ്റാണ്. 1ഉം 2ഉം ശരിയാണ്. അങ്ങനെയാണെങ്കിൽ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Where does the Kerala Administrative Tribunal ordinarily hold its sittings? എവിടെയാണ് ഇതിൻ്റെ സിറ്റിങ്സ് ഓർഡിനറിലി നടത്തുന്നത്? കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, തൃശ്ശൂർ. എവിടെയാണ് പ്രിൻസിപ്പൽ ബെഞ്ച് എവിടെയാണ് ഉള്ളത്? നമ്മുടെ സ്വന്തം പഞ്ചിയൂർ തിരുവനന്തപുരത്തല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൽ ബെഞ്ചിൽ തന്നെയല്ലേ ഓർഡിനറിലി സിറ്റിങ്സ് വരുന്നത്? നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയാണ്. ഓപ്ഷൻ ബി ആണ്. അതിലും എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ ചെയർമാൻ എന്തെങ്കിലും വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഒരു സിറ്റിംഗ് നടത്തണമെന്ന് ചെയർമാന് അഭിപ്രായമുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വേണമെങ്കിലും ഒരു സിറ്റിംഗ് നടത്താവുന്നതാണ്. ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ ജുഡീഷ്യൽ വിങ് ഓഫ് ദ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് കാറ്റഗറൈസ്ഡ് മെയിൻലി ഇൻ ടു 3 branches. The 3 branches are the judicial branch, filing branch and copying branch. Applications under the rules must be submitted before the registrar. Okay. Applications under the rules must be submitted before the registrar. അതിൽ ഡൗട്ട് വരുന്നില്ലല്ലോ. അതിൽ ഡൗട്ട് വരുന്നില്ല. ബാക്കി രണ്ടെണ്ണത്തിലായിരിക്കും ഡൗട്ട് വരുന്നത്. 1 and 2 only, 2 and 3 only, 1 and 3 only, 1, 2 and 3. ഇപ്പോൾ ജുഡീഷ്യൽ വിങ് 3 ബ്രാഞ്ച് ആയിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത്. ജുഡീഷ്യൽ ബ്രാഞ്ച്, ഫയലിംഗ് ബ്രാഞ്ച്, കോപ്പിയിങ് ബ്രാഞ്ച്. ശരിയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാവരും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. അണ്ടർ സെക്ഷൻ 15 ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ആക്ട് 1985, ഫ്രം വാട്ട് പോയിന്റ് ഡസ് എ ട്രൈബ്യൂണൽ അക്വയർ ജൂറിസ്ഡിക്ഷൻ ഓവർ സർവീസ് മാറ്റേഴ്സ് പ്രീവിയസ്ലി ഹാൻഡഡ് ബൈ കോർട്സ്? അപ്പോൾ നമ്മുടെ ഈ സെക്ഷൻ 15 എന്ന് പറയുന്നത് ജൂറിസ്ഡിക്ഷൻ പവേഴ്സ് ആൻഡ് അതോറിറ്റി ഓഫ് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണ്. അപ്പോൾ ഏത് സമയം മുതലാണ് മറ്റ് കോടതികളിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ സർവീസ് ഡിസ്പ്യൂട്ട്സ്, റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റ് കോടതികൾക്ക് അധികാരമുണ്ട് എങ്കിൽ ആ അധികാരങ്ങൾ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് നൽകുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഫ്രം ദ ഡേറ്റ് ആക്ട് വാസ് പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ്, ഫ്രം ദ ഡേറ്റ് ദ ട്രൈബ്യൂണൽ ഈസ് ഒഫീഷ്യലി നോട്ടിഫൈഡ്, ഫ്രം ദ ഡേറ്റ് ദ ഫസ്റ്റ് കേസ് ഈസ് ഫൈൽഡ്. അതെറ്റാ. ഫ്രം ദ ഡേറ്റ് ദ ചെയർമാൻ അസ്യൂംസ് ചാർജ്. അപ്പോൾ ഇതിൽ 1ഉം 2ഉം ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൺഫ്യൂഷൻ വരുന്നത്. അതിന് പേടിക്കേണ്ട. ഓപ്ഷൻ ബി ആണ് നോട്ടിഫൈ ചെയ്തത്. അത് നമ്മൾ പറഞ്ഞായിരുന്നു ഓൾറെഡി. ഈ ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്ത പോയിന്റ് തന്നെയാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ടോപ്പിക്കിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ്റെ അകത്തുള്ളത്. എക്സാമിന് സ്ഥിരമായി ചോദ്യം വരുന്ന ഒരു ടോപ്പിക്കാണ്. ഈ ചന്ദ്രകുമാർ കേസ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ നിലവിലുള്ള ചെയർമാൻ, ആദ്യത്തെ ചെയർമാൻ, ഈ കാര്യങ്ങൾ, അതേപോലെ തന്നെ നമ്മളിടയിൽ പറഞ്ഞ ഫാക്റ്റുകൾ, പ്രൊസീജിയർ റൂൾസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ്, അതേപോലെ ട്രൈബ്യൂണലിൻ്റെ ലാംഗ്വേജ്, ട്രൈബ്യൂണലിൻ്റെ ബെഞ്ചസ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായി പഠിക്കുക. താങ്ക് യു.